ഒന്ന് ആദ്യം ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്ന ഷൈജുവിനോട് പറയുകയാണ്, മിസ്റ്റർ ഷൈജു, തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ചാനലുകളിലൊക്കെ വന്ന് ക്രൈസ്തവരുടെ മുഴുവൻ നേതാവായി, ക്രൈസ്തവ സഭയുടെ നേതാവായി നിങ്ങൾ വല്ലാതെ BJPയെയും നരേന്ദ്രമോദിയെയും മണിപ്പൂരിൻ്റെയും വിഷയങ്ങൾ കള്ളക്കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ സഭ അത് പുച്ഛിച്ച് തള്ളി. കേരളത്തിലെ ക്രൈസ്തവ ജനങ്ങൾ നിങ്ങളുടെ കള്ളത്തരങ്ങൾ കയ്യോടെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഞങ്ങൾക്ക് 20 നിങ്ങൾ സംസാരിക്കല്ലേ പ്ലീസ്, കേരളത്തിൽ നിങ്ങൾ സംസാരിക്കല്ലേ പ്ലീസ്, കേരളത്തിൽ 20% വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയത്. പിന്നെ ഞങ്ങളോടല്ല നിങ്ങളിത് പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞല്ലോ ക്രൈസ്തവ സഭയുടെ ഈ ഗോത്രവർഗത്തിൻ്റെ വിഷയം ഇനിയും അധികം ഓടില്ല ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞില്ലേ. അധികം ഓടണ്ട ഷൈജു, നിങ്ങൾ തനിയെ ഓടിക്കോളും. നിങ്ങൾ ആദ്യം പോയിട്ട് ക്രൈസ്തവ സഭയുടെ മതമേലധ്യക്ഷന്മാരോട് പോയി പറ, ഇത് ക്രൈസ്തവ സഭയായിട്ടുള്ള വിഷയമാണ്, അല്ലാതെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ സംഘർഷമല്ല എന്ന് അവരെ പോയി ആദ്യം പഠിപ്പിക്കേ. ഈ മണിപ്പൂരിൻ്റെ ചുമതലയുള്ള മഹാരാഷ്ട്രയിലെ ബോംബെയിലെ ബിഷപ്പും ഈ കേരളത്തിലെ ജാക്കോബൈറ്റ്സിൻ്റെ ബിഷപ്പും നിങ്ങൾ ഇപ്പം സംസാരിക്കല്ലേ പ്ലീസ്. ഐ റിക്വസ്റ്റ് യു, ഡോണ്ട് ഇൻ്റർഫിയർ. ഈ അവരോട് പോയി നിങ്ങൾ ആദ്യം പറ, ഞാൻ നിങ്ങളെ വിടുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ സുഹൃത്ത് റഹീമാണ്. റഹീം ഒന്നും മിണ്ടാതിരിക്കും മിസ്റ്റർ, ഞാനൊന്ന് സംസാരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മിസ്റ്റർ റഹീം നിങ്ങൾ എന്നാണ് ഈ ഭരണഘടനയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയത്? ഭരണഘടന വരുമ്പം നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്താണെന്ന് റഹീമിന് അറിയില്ലെങ്കിൽ ചരിത്ര പുസ്തകം വായിക്കണം. This is Tata Birla Constitution. We don't want this Constitution. ഇത് ടാറ്റയുടെയും ബിർളയുടെയും കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ CPMന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോപ്പിയും സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാകയും കത്തിക്കാനും സ്വാതന്ത്ര്യദിനത്തിൽ കരിദിനം ആചരിക്കാനും ശ്രമിച്ചവരാണ് നിങ്ങൾ. അതിന് നിങ്ങൾ ആദ്യം മാപ്പ് പറ. ഞങ്ങളുടെ നാടുണ്ട് തൃശ്ശൂരിൽ. ആ തൃശ്ശൂരിൽ മതിലകത്ത് പോയി കഴിഞ്ഞാൽ മതിലകത്തുനിന്ന് തൊട്ടപ്പുറത്ത് പെരിഞ്ഞനത്ത് സർദാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എൻ്റെ പേരായതുകൊണ്ട് എനിക്ക് നാണക്കേടാ. അങ്ങേര് എങ്ങനെയാണ് സഖാവായത്, ബലിദാനിയായതെന്ന് അറിയോ നിങ്ങൾക്ക്? ത്രിവർണ്ണ പതാക വലിയ തൂണിൻ്റെ മുകളിൽ കയറിയത് വാലിച്ചൂരി കറുത്ത നിങ്ങളുടെ കരിദിനത്തിൻ്റെ പേരിലെ കറുത്ത പതാക അവിടെ വെച്ചപ്പോൾ നാട്ടുകാർ കല്ലെറിഞ്ഞിട്ട് തല്ലിക്കൊന്നതാണ്. അറിയില്ലെങ്കിൽ ചരിത്രം ഞാൻ പഠിപ്പിച്ചു തരാം. കോൺസ്റ്റിറ്റ്യൂഷനെ മാത്രമല്ല, ഇന്ത്യയെ രണ്ടായിട്ടല്ല, ഇന്ത്യയെ 17ആയി വിഭജിക്കണമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, 1947 ഓഗസ്റ്റ് 15 കരിദിനമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് റഹീമെ തൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ മേലിരിക്കുന്നവരാണ് തൻ്റെ നേതാക്കന്മാർ. എന്നിട്ടാണ് നിങ്ങൾ എന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ഇതൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ടീച്ചറുടെ ഹിന്ദു ഐക്യവേദി ടീച്ചറുടെ കുറേ ഹെഡിങ്സും ഇതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ക്രൈസ്തവർക്കെതിരാ. പക്ഷെ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഈ കേരളത്തിലെ ഒരു പള്ളിയും ഭാരതീയ ജനതാ പാർട്ടിയോ RSSോ ആക്രമിച്ച് തകർത്തിട്ടില്ല. ഈ നാട്ടിലെ പള്ളി തകർത്തത് CPMാണ്. ഏത് പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഭാഷ കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു തരാം. ബൈബിള് പിച്ച് ചീന്തിയത് CPMൻ്റെ നേതാവാണ്. കുരിശു പള്ളി തകർത്തത് CPMൻ്റെ നേതാവാണ്. താമരശ്ശേരി, ഞാൻ പറയാന്ന് വെയിറ്റ് പറയാം, താമരശ്ശേരിയിലെ ബിഷപ്പിനെ എന്താ വിളിച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ കേട്ട ആളാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ കേട്ടിരുന്ന ആളാണ്. ഇടപെടരുത്. ഞാൻ പറയും. താങ്കൾ പറഞ്ഞത് ഒരുപക്ഷെ സ്പർദ്ധയുണ്ടാക്കാനിടയുള്ള ഒരുപക്ഷെ PIB പോലും ഫ്ലാഗ് ചെയ്യാനിടയുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിൽ ക്ലാരിറ്റി വരുത്തിപ്പോക്കോളൂ. ഇടപെടുന്നല്ല. ശശികല ടീച്ചർ എന്താണ് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി പറയുകയായിരുന്നു. സംസാരിക്കട്ടെ. ഞാൻ വസ്തുതാപരമായിട്ടേ സംസാരിക്കൂ. ഞാൻ ഇതെൻ്റെ ഭാഷ കഴിയുന്നതിന് മുമ്പ്, എനിക്ക് തന്ന സമയം അനുവദിച്ചതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞിട്ടേ ഞാൻ നിർത്തൂ. ഞാനിത് പറഞ്ഞല്ലോ, യു ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ഒരു പള്ളിയും തകർത്തിട്ടില്ല.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈബിളും വലിച്ചു കയറിയിട്ടില്ല. പിന്നെ നിങ്ങൾ തൃശ്ശൂരിൽ വരിക, തൃശ്ശൂരിൽ വന്നാൽ ഒല്ലൂർ പള്ളിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒല്ലൂർ പള്ളിയിൽ പോയി. അവിടുത്തെ ആ പാതിരിയുണ്ട്, അവിടുത്തെ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ എന്നോട്, ഇത് കണ്ടോ 8 ഉണ്ടകളാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വെടിവെച്ചതാ ഒല്ലൂർ പള്ളിയിൽ? ഇത് വസ്തുതയാ. ഒല്ലൂർ പള്ളിയിലേക്ക് വെടിവെച്ച് അവിടുത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ നിങ്ങളുടെ മന്ത്രിസഭ ഞാൻ കാണിച്ചു തരാം. സർദാർ ഗോപാലകൃഷ്ണൻ ത്രിവർണ്ണപതാക കിട്ടിയതിന്റെ പേരിൽ താഴെ വലിച്ചിട്ട് ജനം എറിഞ്ഞു കൊന്ന പോലെയുള്ള വസ്തുതകളാണോ ഞാൻ നിർത്തുകയാണ്. അല്ല, ഞാൻ നിർത്താൻ പോവാ. നിങ്ങൾ ഇടപെടരുത്. ഇടപെട്ടാൽ ഞാൻ നിർത്തും. ഇല്ല, അങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നത് താങ്കൾ ഈ വാട്സപ്പിൽ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു അനുവദിക്കാൻ പറ്റുമോ? സി വി ഗോപാലകൃഷ്ണൻ ഞാൻ അല്ല, സ്പർദ്ധ ഉണ്ടാക്കുന്നതല്ലേ? പറഞ്ഞ് തീർന്നിട്ട് ചോദിക്കും മിസ്റ്റർ. നിങ്ങൾ മര്യാദയില്ലാത്ത പരിപാടിയല്ലേ ചെയ്യുന്നത്? ഞാൻ സംസാരിക്കട്ടെ. വാട്സപ്പിൽ കണ്ട കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഇടപെടണ്ടേ? വസ്തുതാവിരുദ്ധമാണ് പറയുന്നത്, അതുകൊണ്ടാണ്. നിങ്ങൾ മര്യാദകേട് പറയരുത്. വാട്സപ്പ് പറഞ്ഞിട്ടല്ല ഗോപാലകൃഷ്ണൻ ചരിത്രം പഠിച്ചു വരുന്നവനാ. നിങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക്. മനസ്സിലായോ? ചരിത്രം നിങ്ങളെക്കാൾ. സർദാർ ഗോപാലകൃഷ്ണൻ ത്രിവർണ്ണപതാക കെട്ടാൻ കയറിയപ്പോൾ താഴെ എറിഞ്ഞിട്ട് കൊന്നു എന്നൊക്കെ താങ്കൾ എവിടുന്ന് വായിച്ച് പഠിച്ചതാണ്? താങ്കൾ എവിടെ വായിച്ചതാണ്? വാട്സപ്പിൽ അല്ലാതെ ബി ഗോപാലകൃഷ്ണൻ ചരിത്രം പഠിച്ചിട്ട് വാ. നിങ്ങൾ അല്ല പെരിഞ്ഞനോ നിങ്ങളെ പറഞ്ഞു പൂർത്തിയാക്കും. സമയം തന്നിട്ടുണ്ടെങ്കിൽ ഇടപെടരുത്. ഇനി അടുത്തത് ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ ഒന്നും കൂടി പറയാനുണ്ട് എനിക്ക് മിസ്റ്റർ റഹീമിനോട്. മിസ്റ്റർ റഹീം, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ കൊന്നത്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൊന്നത് നിങ്ങൾ CPM-കാരാ, BJP-കാരോ RSS-ഓ അല്ല. ഇനി അടുത്തത് കോൺഗ്രസിൻ്റെ രാജു പി നായരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. രാജു പി നായരാണ് വാട്സാപ്പിൻ്റെ ആൾ. എൻ്റെ രാജു പി നായരെ, താങ്കളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ത്യയിൽ 1.25 ലക്ഷം ആളുകളെയാണ് അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്തത്. 1.25 ലക്ഷം. അതിൽ 1.15 ലക്ഷം ആളുകളെ 1.15 ആളുകൾ ഈ ജനസംഘത്തിൻ്റെയും RSS-ൻ്റെയും ആളുകളെയാണ്. നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തരാവസ്ഥക്കെതിരെ അതിശക്തമായ രൂക്ഷമായ സമരം ഇന്ത്യയിൽ നടത്തിയത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ജനസംഘർഷ സമിതിയിൽ നടത്തിയ സമരം. ആ സമരത്തിൽ അതിശക്തമായി സമരം നടത്തിയത് RSS-ആ. അതുകൊണ്ടാണ് ഈ റഹീമിൻ്റെ പാർട്ടി സമരം, ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വെളിയിൽ വന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ മത്സരിച്ചത്. അന്ന് RSS-ന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പോയ ആളാണ് ഈ റഹീമിന്റെ പാർട്ടി. അതിന് കാരണം എന്താണെന്ന് അവരോട് ചോദിക്കുക. നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു, ഞങ്ങളുടെ നേതാക്കന്മാരെ ജയിലിലിട്ടു. ഒരു സെക്കൻഡ് ഞാൻ നിർത്താം. എനിക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ, നിങ്ങൾ പറയാതെ പോയി. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഇത്ര അസഹിഷ്ണുത പാടില്ല. കുറെ നേരം ഞാൻ മിണ്ടാതിരുന്നല്ലേ. 21-ന് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി കത്തയച്ചു. 21-ന് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജീവൻ മരണ പോരാട്ടം നടത്തിയ RSS-നെയാണ് ഞങ്ങൾ കത്തെഴുതി എന്ന് പറയുന്നത്. ഈ രാജു പി നായർ വീട്ടുതരം പറയുന്നത് നിങ്ങൾ പോയിട്ട് കത്തെഴുതിയത് എന്താന്ന് എനിക്കറിയാം. കത്തെഴുതിയെന്ന് എനിക്കറിയാന്ന്. എന്തൊരു കഷ്ടം. ഓഗസ്റ്റ് 15-ന് ഇന്ദിരാജി അങ്ങ് നടത്തിയ പ്രസംഗം അതിഗംഭീരമായിരുന്നു. അതിനിടയിൽ കൂടെ ഞങ്ങളുടെ RSS നിരോധനം നീക്കിത്തരണേ എന്ന മാപ്പപേക്ഷയുടെ 10 കത്ത് ഞാൻ അയച്ചു തരാം. അത് വാട്സപ്പ് ഒന്നും അല്ലെന്നേ, ചരിത്രമാ. നിങ്ങൾ ഞാനൊന്ന് പറയണമെന്ന് മനസ്സിലാക്കുന്നത്, നിങ്ങൾ പറയുന്നത് മനസ്സിലായി. 21-ന് പരിപാടി നടപ്പാക്കണം. ഞങ്ങൾ കത്തെഴുതിയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ 21-ന് പരിപാടി നടപ്പാക്കാൻ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ RSS-നോട് കത്തെഴുതിയപ്പോൾ 21-ന് പരിപാടി നടത്താൻ ഞങ്ങൾ കൂടെ നിൽക്കാൻ സൗകര്യമില്ല. നിരോധനം നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. നിങ്ങൾക്ക് വന്ന അടിയന്തരാവസ്ഥയെ പറ്റി പറയുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് തുല്യം പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾ. ഇവിടെ രാജ്യത്തെ ബാക്കി പ്രതിപക്ഷം അതിനെതിരെ പൊരുതുമ്പോൾ നിങ്ങൾ പിൻവാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ വഴിയുണ്ടോന്ന് ക്ഷമാപണക്കത്ത് എഴുതിയവരാണ് ബി ഗോപാലകൃഷ്ണൻ. ചരിത്രമല്ലേ? നാണം.
ചരിത്രമല്ലേ ഇതൊക്കെ? നാണം എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം. അതെ എനിക്ക് പറയാനുള്ളത്. നാണം എന്ന് പറയുന്ന അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത് ഉണ്ടാവണം. ചരിത്രം എന്ന് പറയുന്ന താങ്കൾക്ക് അറിയില്ല. നാഗ്പൂരിൽ പോരാടിയ പ്രസ്ഥാനമാണ് RSS. സർ, നാഗ്പൂരിലെ ഷെൽഫിൽ മാപ്പപേക്ഷാ കത്തിരിക്കുക. നിങ്ങൾ ഒരു കാര്യം നാഗ്പൂരിലെ ഷെൽഫിൽ മാപ്പപേക്ഷാ കത്തുകൾ ഇരിക്കുക. നാണം വേണ്ടേ സാർ? നാഗ്പൂരിലെ ഷെൽഫിൽ മാപ്പപേക്ഷാ കത്തുകൾ ഇരിക്കുക. അവിടെ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് വാചകമടിക്കുന്നുണ്ടല്ലോ, ആ വാചകമടിക്കാനുള്ള അനുവാദം, മാധ്യമ പ്രവർത്തകരുടെ വാചകമടിക്കാനുള്ള അനുവാദം 43, 44 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും LK അദ്വാനിയുടെയും ഔദാര്യമാ. സാർ, നിങ്ങൾ മാപ്പെഴുതി ചോദിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധിയോട്, ഞങ്ങളെ ഒന്ന് പുറത്തിറക്കി വിടാവോ എന്ന് മാപ്പെഴുതി ചോദിക്കുകയായിരുന്നു. സാർ, ഇന്ദിരാഗാന്ധിയോട് മാപ്പെഴുതി ചോദിക്കുകയായിരുന്നു, നാണമില്ലാതെ നിങ്ങൾ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ അടിയന്തരാവസ്ഥയെ പറ്റി വാചാലമായ ചരിത്രമല്ലാതാവോ? ചരിത്രമല്ലാതാവോ? പോരാടിയ RSSനെതിരെ, ഭരണഘടനയ്ക്കെതിരെ ഭരണഘടനയെ ഇല്ലാതാക്കിയ ഇന്ദിരാഗാന്ധിക്കെതിരെ പോരാടിയത് ഞങ്ങളാ. RSS ബാക്കി പ്രതിപക്ഷങ്ങളെ കുറിച്ച് പറ. ബാക്കി പ്രതിപക്ഷങ്ങളെ പറ. ബാലാ സാഹേബ് ദേവർസിന്റെ കത്ത് ഞാൻ അയച്ചുതരാം. അങ്ങ് വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ബാലാ സാഹേബ് ദേവർസിന്റെ കത്ത് ഞാൻ അയച്ചുതരാം. അതിന്റെ വിധേയത്വത്തിന്റെ ഭാഷ ഒന്ന് വായിക്ക്. എന്നിട്ട് പിന്നീട് ആർജവം ഉണ്ടാവുമെന്ന് ആലോചിക്കും ബി ഗോപാലകൃഷ്ണൻ. ശരി, ഞാൻ തിരികെ ശരി, നമ്മൾ തർക്കമായിട്ട് നിൽക്കണം. ബാലാ സാഹേബ് ദേവർസിന്റെ 4 പേജുള്ള കത്ത് ഞാൻ അയച്ചുതരാം. ബാലാ സാഹേബ് ദേവർസിന്റെ 4 പേജുള്ള കത്ത് അയച്ചു തരാം. ആ നിരോധനം ഒന്ന് പിൻവലിച്ചു തരാവോ ഇന്ദിരാജി എന്ന് ചോദിക്കുന്ന കത്ത് ഞാൻ അയച്ചു തരാം. ഞാൻ പറയുന്നതാ, ആ നിരോധനം ഒന്ന്, അടിയന്തരാവസ്ഥയിൽ എവിടെ വേണേ തുല്യം ചാർത്താം, ആ നിരോധനം ഒന്ന് പിൻവലിച്ചു തരുമോ ഇന്ദിരാജി എന്ന് മാപ്പപേക്ഷിക്കുന്ന ദേവർസിന്റെ കത്ത് അയച്ചു തരാം. ബി ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ ചരിത്രമല്ലേ? ഇതൊക്കെ താങ്കൾ നേരത്തെ സർദാറിന്റെ കാര്യം പറഞ്ഞ പോലെ വാട്സാപ്പ് അറിവല്ല. ഈ തൊള്ളയിട്ടിട്ട് കാര്യമില്ല, മനസ്സിലെ? നിങ്ങൾ വാട്സാപ്പ് കൊണ്ട് നടക്കുന്ന, ഞാൻ വാട്സാപ്പ് അല്ല, ചരിത്രവാ. 21 പരിപാടി നടപ്പാക്കാൻ RSS വേണമെന്ന് പറഞ്ഞപ്പോ 21 പരിപാടി നടപ്പാക്കാൻ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തവരാ ഞങ്ങൾ. യുദ്ധം ചെയ്ത് കിട്ടിയ ഔദാര്യവാ നിങ്ങളുടെ ഈ വാചകവടി. നിങ്ങളുടെ വാചകവടി അതാ. എന്തോ മണ്ടത്തരോ പറയുന്നത് ഗോപാലകൃഷ്ണൻ, എന്ത് മണ്ടത്തരമൊക്കെയാ ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത്. RSS നേടിയ ഔദാര്യമാണ് ഇവിടെ മാധ്യമം നടന്നത്. RSS എന്തൊക്കെയാ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്? എന്തൊക്കെയാണെന്ന് പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? 1977 നവംബറിൽ ഭരണഘടന അന്ത്യരൂപത്തിലേക്ക് എത്തുന്നു. അതേ വർഷം നവംബർ 30 RSSന്റെ മുഖമാസിക ഓർഗനൈസർ പറയുന്നു, the best about the new constitution of Bharat is that there is nothing Bharatiya. മനുസ്മൃതി ദീർഘനാൾ മുമ്പ് എഴുതിയതാണ്. There is no trace of ancient Bharatiya constitutional laws. മനുസ്മൃതി excites the admiration of the world. But your constitutional pundits, that means nothing. ഭരണഘടന അന്നേ തള്ളിപ്പറഞ്ഞ നിങ്ങൾ ഭരണഘടനയെ പറ്റി സംസാരിക്കുന്നു. ഒരു ഔദാര്യവും ഇല്ല. താങ്കൾ ചരിത്രം പഠിക്ക്. താങ്കൾ ചരിത്രം പഠിച്ചിട്ട് വാ, ആ ബോധ്യം മാറും. ഒരു ഔദാര്യവും ഇല്ല, ഒരു ഔദാര്യമല്ല, ഒരു ഔദാര്യമല്ല. ഈ ഭരണഘടനയാണ്, ഈ ഭരണഘടനയുടെ ശക്തി. ഒരു RSSന്റെ ഔദാര്യമല്ല, ഈ ഭരണഘടനയാണ് ബി ഗോപാല ശക്തി. ഒരു ഔദാര്യമല്ല, ഈ ഭരണഘടനാ ശക്തി. നിങ്ങൾ തള്ളിപ്പറഞ്ഞ ഈ ഭരണഘടനാ ശക്തി, നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയ ഭരണഘടനാ ശക്തി, നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി ഭരണഘടനയാണ് ബി ഗോപാല ശക്തി.